ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ നേരിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന് നായകനാക്കിയ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ശാന്തി മായാദേവി തിരക്കഥ രചിച്ച ലോ ബഡ്ജറ്റ് കോർട്ടോറം ഇമോഷണൽ ഡ്രാമ സിനിമ ആ സിനിമയുടെ മൂന്നാമത്തെ ഞായറാഴ്ച ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 18ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ ഇന്നലെ 17ാം ദിവസമായ ശനിയാഴ്ച ദിവസത്തേക്കാൾ കൂടുതൽ ഞായറാഴ്ച ട്രാക്കിംഗ് കളക്ഷൻ, അതും മികച്ച കളക്ഷൻ തന്നെ ഇന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കേരള എസ്റ്റിമേറ്റ് കണക്കുകൾ 18 ദിവസത്തെ കണക്കുകൾ ഒപ്പം തന്നെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 52 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 95 ലക്ഷത്തിനടുത്ത് രൂപയാണ്. അപ്പോൾ എത്രത്തോളം കളക്ഷൻ ട്രാക്കിംഗിൽ വർധന സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കിക്കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ സിനിമയുടെ മൂന്നാമത്തെ ശനിയാഴ്ച 1,20,00,000 കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 1.5 കോടിയോളം രൂപ കേരള ഗ്രോസ് കളക്ഷൻ നാം പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ 2 കോടിക്കടുത്ത് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. 17 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 42 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തെ കേരള കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ അത് 44 കോടി 50 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമാണ് നിലവിൽ നാം കാണുന്നത്. വളരെ മികച്ച കളക്ഷൻ വെറും 18 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി വേൾഡ് വൈഡ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 50 കോടി കളക്ഷൻ കടന്ന സിനിമ ഇപ്പോഴത്തെ 60-70 കോടിയും കടന്ന് 80 കോടിക്ക് മുകളിലെ കളക്ഷൻ ഇന്നത്തോടെ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 78 കോടി 50 ലക്ഷത്തോളം രൂപയാണ് സിനിമ കൃത്യം 17 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ കേരള കളക്ഷൻ കൊണ്ട് മാത്രം 80 കോടി കടക്കുന്ന സിനിമ ലോകമെമ്പാടും നിന്നും 81 കോടി രൂപയിലേക്ക് ഗ്രോസ് കളക്ഷൻ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും സിനിമ വേറെ ലെവൽ മികച്ച കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യ 9 ദിവസങ്ങൾ കൊണ്ട് 53 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ പിന്നീടുള്ള 8 ദിവസങ്ങൾ കൊണ്ടാണ് 28 കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ന്യൂ ഇയർ കഴിഞ്ഞിട്ടും സിനിമയ്ക്ക് മികച്ചൊരു കളക്ഷൻ തിയേറ്ററുകളിൽ നിലനിർത്താനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പല പ്രമുഖ സിനിമകളെയും കടത്തിവെട്ടിയ സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇനി ഏതറ്റം വരെ പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഈ ആഴ്ച ഇനിയും സിനിമ തിയേറ്ററുകളിൽ തുടരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട, കളക്ഷൻ കുറയുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അപ്പോഴും അബ്രഹാം ഓസ്ലർ എന്ന സിനിമയോടൊപ്പവും നേരെ തിയേറ്ററുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഫൈനൽ കളക്ഷൻ 85 കോടി കടക്കുമോ എന്നാണ് ഇനി നാം അടുത്തതായിട്ട് ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ, കൂടുതൽ വീഡിയോകൾ കേട്ടാം.